ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണേ. അപ്പം അതിന് വേണ്ടി റെഡിയായി മീൻസ് നമ്മൾ പാക്കിങ് ചെയ്യാൻ വേണ്ടി ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി ബാഗൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, റെഡിയായിട്ടുണ്ട്. അപ്പം ഞാനും എൻ്റെ മോളും പിന്നെ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ മോളും, ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ് ട്വിന്നിങ് ചെയ്ത് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം പോണ വഴി എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോണ വഴിയാണ്. ഞങ്ങൾ ഇന്ന് കന്യാകുമാരിയാണ് പോണത്. അപ്പം ഇവിടുന്ന് കസിൻ്റെ വണ്ടിയിൽ കയറി. ഇപ്പം എന്താ പറയാം, പുതിയതായിട്ടൊന്നും പറയാനില്ല. കന്യാകുമാരി ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം പുതിയതായിട്ട് ഒന്നും കാണാനും എനിക്കറിയില്ല, കാണിക്കാനും എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ബിക്കോസ് ഇഷ്ടംപോലെ ബ്ലോഗുണ്ട് കന്യാകുമാരിയിൽ, ഇഷ്ടംപോലെ ആൾക്കാർ പോയിട്ടുണ്ട്. പിന്നെ നമ്മളെ വീഡിയോസിൽ കുറേ ഡിസ്റ്റർബൻസ് കാണും, വീഡിയോ ക്ലിയർ അല്ലായിരിക്കും. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്, ഒന്ന് ക്ഷമിക്കണേ. കാരണം കറക്റ്റായിട്ട് വീഡിയോ എടുക്കാനോ ഷൂട്ട് ചെയ്യാനൊന്നും അറിയില്ല. ഏത് ആംഗിളിൽ എടുക്കണമെന്നും എങ്ങനെ എടുക്കണമെന്നും വലുതായിട്ട് ഒന്നും നോളജ് ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ എപ്പോഴെടുക്കണം, എങ്ങനെയൊക്കെ എടുക്കണം, ഏതൊക്കെ സ്ഥലത്ത് എടുക്കണം അതും മറന്നു പോകും. ചില സമയത്ത് എടുക്കേണ്ടിയിരിക്കുന്ന സ്ഥലത്തൊക്കെ എടുക്കാനും പറ്റാതെ, അയ്യോ എന്തൊക്കെ കോംപ്ലിക്കേഷൻ വന്നേനെ പറയാം. അപ്പം എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും ഓർക്കുമ്പോഴായിരിക്കും വീഡിയോസൊക്കെ എടുക്കുന്നത്. അങ്ങനെ എടുത്ത ചില വീഡിയോസാണ് നിങ്ങളെ കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തമിഴ്നാട് ട്രിവാൻഡ്രം കേരള ക്രോസ് ചെയ്ത് തമിഴ്നാട്ടിലെത്തി. അങ്ങനെ അവിടെ ഞങ്ങൾ ഇനി പോണത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കന്യാകുമാരി പോണ വഴിക്ക് എല്ലാവരും പോണതായിരിക്കും. വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണെന്ന് തോന്നുന്നു. ഒരു എന്താ പറയാൻ, ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടല്ലോ, ഒരു പാലം എന്നൊക്കെ പറയുന്നത്, മധൂർ ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് പറയാൻ. ഇതൊരു ഇറിഗേഷൻ പേർപ്പസിനുള്ള ഒരു ബ്രിഡ്ജാണ്, ചാനലാണ്. അതിൻ്റെ കൂടെ ഒരു ബ്രിഡ്ജും ഉണ്ട്, ഹാങ്ങിങ് ബ്രിഡ്ജ്. ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് കണ്ടോ, 1 കിലോമീറ്റർ ഉണ്ട് ഇതിൻ്റെ ലെങ്ത്. സൈഡിൽ കണ്ട പാരലായിട്ട് ഒരു ചാനലുണ്ട്. അത് ഇറിഗേഷൻ പേർപ്പസിന് വേണ്ടിയാണ് അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോഴാണ് അറിയുന്നത് ഇതിനെപ്പറ്റി ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടെന്ന്. ഇത് 1960-ലാണ് കൺസ്ട്രക്ട് ചെയ്തു എന്ന് പറയുന്നു. 110 ഫീറ്റ് ഹൈറ്റിലാണ്, 1 കിലോമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത്. പിന്നെ 28 പില്ലേഴ്സാണ് ഇതിൻ്റെ താഴെ ഉള്ളത്. അതിൻ്റെ മേലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് ഏഷ്യയിലെ ഏറ്റവും ടോളസ്റ്റും ലോങ്കസ്റ്റാണ് ബ്രിഡ്ജ്. അതായത് ഇറിഗേഷൻ പേർപ്പസിന് വേണ്ടി ഉള്ള ബ്രിഡ്ജിൽ ഇത് ഏഷ്യയിലെ ഏറ്റവും ടോളസ്റ്റും ലോങ്കസ്റ്റ് ബ്രിഡ്ജാണ് പറയുന്നത്. പിന്നെ റൈറ്റ് സൈഡിൽ കണ്ടോ, പാരാരി റിവർ താഴോട്ട് കാണാം. ഇത് കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ പിന്നെ ബാക്കി സൈഡിലെല്ലാം ഹിൽസ് ലെഫ്റ്റ് സൈഡിലും ബാക്കി ഫ്രണ്ടിലും കാണാം. നല്ലൊരു വ്യൂ ഉണ്ട്, കാണാനൊക്കെ നല്ല രസമുണ്ട്. ആ റിവറുണ്ട്, ഇപ്പുറത്തെ സൈഡിലെ ചാനൽ, ഇതൊക്കെ കണ്ടോ ബ്രിഡ്ജ്, ആ പില്ലർ കണ്ടോ, അത്രയും മേളിലാണ്. അതിൻ്റെ പാരലായിട്ട് ഇങ്ങോട്ട് താഴോട്ട് പോകാൻ വേണ്ടി സ്റ്റെപ്പ് ഉണ്ട്, ഇങ്ങനെ വഴി. ഇതാണ് ആ വഴി കൂടെ ഞങ്ങൾ പോയിട്ട് ആ കിലോമീറ്റർ അങ്ങോട്ട് പോയത്, തിരിച്ച് അത്രയും 1 കിലോമീറ്റർ ഇങ്ങോട്ടും നടന്ന് വരണം. അപ്പോൾ 2 കിലോമീറ്റർ നടന്നു ഞങ്ങളന്ന്. ഭയങ്കര ചൂടായിരുന്നു അന്ന്, നല്ല ചൂടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ മോളും. അപ്പോൾ നമ്മൾ തിരിച്ച് അങ്ങോട്ട് നടക്കുവാണ് എൻട്രൻസ് മീൻസ് എക്സിറ്റും അവിടെ തന്നെയാണ്. പിന്നെ അന്ന് കുറേ കുട്ടികളുണ്ടായിരുന്നു, സ്കൂൾ കുട്ടികളുണ്ടായിരുന്നു. ട്രിപ്പ് വന്നിട്ടുണ്ടായിരിക്കും, സ്കൂൾ ട്രിപ്പ്. ഇഷ്ടംപോലെ കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ നടന്ന് ആ സ്റ്റെപ്പ് ഇറങ്ങുവാണ്. പക്ഷെ അങ്ങോട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് കുറേ സ്റ്റെപ്പ് കയറാനുണ്ട്. കയറിയിട്ട് വേണം ആ എൻട്രൻസിൻ്റെ അവിടെ എത്തേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇതൊരു സ്ട്രെയിറ്റ് വഴിയാണ്. ഇനിയാണ് എന്താ കണ്ടോ, അത്രയും സ്റ്റെപ്പ് മേളിലോട്ട് പോയിട്ട് വേണം നമുക്ക് ആ എക്സിറ്റിലോട്ട് പോകേണ്ടത്. നല്ല ചൂടായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. അറിയാമല്ലോ. പിന്നെ തമിഴ്നാടാകുമ്പോൾ കുറച്ചും കൂടെ ചൂട് കൂടുതലായിരുന്നു. തമിഴ്നാടല്ല, കേരളയിലും ചൂടായിരുന്നു അന്ന് ആ ദിവസം. അപ്പോൾ അവിടെ കുറച്ചും കൂടെ കൂടുതലായിരുന്നു. അതും ഒരു അറൗണ്ട് 11 o'clock
12 ആ ടൈമായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് ചെയ്താണ് നമ്മൾ ആ സ്റ്റെപ്പ് കയറിയത്. ഒറ്റയടിക്ക് കയറാൻ പറ്റണില്ലായിരുന്നു, എല്ലാവരും ടയേർഡായിപ്പോയി. പിന്നെ ആ സമയത്ത് എടുത്ത വീഡിയോ ആണ് ഈ മങ്കീസൊക്കെ സൈഡിലുണ്ടായിരുന്നത്, കണ്ടോ. അപ്പോൾ ഈ ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഏരിയയുടെ അവിടെയാണ് നമ്മൾ എത്തിയത്. അതായത് ഫസ്റ്റ് ആ ഹാങ്ങിങ് ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്ന് ഈ സ്റ്റെപ്പ് കയറി വേണം അവിടെ എത്താനുള്ളത്. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ഉച്ച കഴിഞ്ഞ് ഒരു 2 മണി കഴിഞ്ഞപ്പോൾ നാഗർകോവിലെത്തി. അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. നല്ല ഫുഡായിരുന്നു കേട്ടോ, അവിടുത്തെ ഫുഡൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല. ഹോട്ടലിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പ്ലാറ്റിസോ അങ്ങനെ എന്തോ ആയിരുന്നു. അവിടെ ഞങ്ങൾ കഴിച്ചത് മിക്സഡ് നൂഡിൽസും മിക്സഡ് ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈ. അവിടുത്തെ മിക്സഡ് ഫ്രൈഡ് റൈസിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, എനിക്കറിയില്ല ഇവിടെ കിട്ടാറുണ്ടോ എന്നല്ല. അവിടെ നിറയെ ഇതും ഉണ്ടായിരുന്നു, പ്രോൺസും കൂടെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കന്യാകുമാരി എത്തി. സോ ഇന്നത്തേക്ക് ബൈ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.